സത്യം പറയാലോ ഏട്ടത്തി. ഏട്ടത്തിയുടെ ഈ ഇരിപ്പും ഒന്നും പറയാൻ പറ്റാത്തയുള്ളൊരു അവസ്ഥയൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് സന്തോഷം തോന്നിയെങ്കിലും ഇപ്പൊ സങ്കടമുണ്ട്. ഇതെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞേ നിങ്ങളിവിടുന്ന് അടിച്ചു കളയുന്നതിനെ പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ മാളു നിങ്ങളെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇറക്കി വിട്ടാ ചോദിക്കാൻ ആരുമില്ല. ഞാൻ ഇത്രയും ചിന്തിച്ചു കൂട്ടിയപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കെട്ടിയോനെ നിങ്ങളെ പേരും പറഞ്ഞ എന്നോട് ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയത്. അങ്ങേര് വരട്ടെ, അങ്ങേരും കാണട്ടെ ഞാൻ നിങ്ങളെ ഇട്ട് പന്ത് തട്ടി കളിക്കുന്നത്. അവസാനം വേറെ വഴിയില്ലാതെ അങ്ങേരും ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെ അങ്ങേരങ്ങ് തള്ളി പറയും. എന്നിട്ട് ഞാൻ ആലോചിക്കാം അത് കഴിഞ്ഞെന്ത് വേണം. നിനക്ക് എന്താ വേണ്ടേ അഞ്ജു? ഇപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്താ വേണ്ടേന്ന്? അതെനിക്ക് തരുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെ ഞാൻ ഇനിയും ദ്രോഹിക്കുവാമണി. ഒന്നെങ്കിൽ നിങ്ങളായിട്ട് മോഹനേട്ടനെയും പിള്ളേരെയും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകണം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ വരുമ്പോ കരഞ്ഞോണ്ടിരുന്നല്ലേ? കരഞ്ഞു. അഞ്ജു എടുത്ത് കഴിക്ക്. അമ്മ കഴിച്ചോ? എനിക്ക് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാ. അവളെ കണ്ടില്ലേ, അവൾക്ക് വയറൊക്കെ വന്നു. ഇനിയിപ്പോ നിനക്കും വരും. സൂക്ഷിക്കേണ്ട സമയ, ചരിഞ്ഞ് തന്നെ കിടക്കണം. അമ്മ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. എന്തു പറ്റി മോളെ, മുഖം വല്ലാണ്ടിരിക്കുന്നു? ഒന്നുമില്ലമ്മ, എനിക്ക് പിന്നെ സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ, അതിന്റെ പ്രശ്നം. ഇനി മോള് അടുക്കള ഭാഗത്തോട്ടൊന്നും വരണ്ട. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തോളാം. അതൊന്നും വേണ്ടമ്മ, ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ഏട്ടത്തി ഉണ്ടല്ലോ, അവരെ കൊണ്ട് ജയിക്കാം. അതല്ലേ നല്ലത്. അതൊന്നും വേണ്ട മോളെ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ഈ ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ച് അവളെന്തെങ്കിലും കലക്കി തന്നാ പിന്നെ അത് മതിയില്ലേ? അത് സാരയില്ലമ്മ, ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. ശരി, മോളുടെ ഇഷ്ടം. ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും മറുത്ത് പറയാതെ ഗർഭിണിയായവളാ നീ. മറ്റവള് പത്തി വിടർത്തി ആടിയപ്പോ അവളുടെ പത്തിക്കിട്ടൊരു കൊട്ടു കൊടുത്ത് അവളെ അടക്കി നിർത്തിയതും നീയാണ്. അപ്പൊ പിന്നെ നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ ഞാനൊന്ന് കിടക്കട്ടെ അമ്മ, കുറെ നേരമായിട്ട് നിൽക്കല്ലേ. ചെല്ല്, മോള് പോയി റെസ്റ്റ് എടുത്തോ. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ.